എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പഴയ സൈക്കിള് ചുരണ്ടി പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതൊരു 4-5 വർഷമായിട്ട് വീട്ടിൽ മഴയത്ത് കിടന്ന് തുരുമ്പ് കയറിയ സൈക്കിളാണ്. അപ്പൊ ഞാനിത് ഇളക്കി മൊത്തത്തിലൊന്ന് ചുരണ്ടി പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഇത് പെയിന്റ് റിമൂവറാ. അപ്പൊ നമ്മൾ പെയിന്റ് റിമൂവർ ഇതിനകത്ത് ബ്രഷ് വെച്ച് നല്ലപോലെ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. പെയിന്റ് റിമൂവർ തേച്ചിട്ട് ചുരണ്ടി എടുക്കുമ്പോൾ നമ്മൾ സമയം കൂടുതൽ എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് പെയിന്റ് എല്ലാം ഇളകിയ ശേഷം നമുക്ക് വെള്ളം തൊട്ട് ഒന്ന് നല്ലപോലെ ഉരച്ച് കഴുകിയാൽ ആ പെയിന്റ് മൊത്തം പോയി കിട്ടും. അപ്പൊ നമ്മൾ പെയിന്റ് എല്ലാം ചുരണ്ടി ഇളക്കി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ പ്രൈമർ അടിച്ചു കൊടുക്കാം. നമുക്ക് പ്രൈമർ ഏത് വേണമെങ്കിലും അടിക്കാം. ഇപ്പോക്സി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോക്സി. ഞാനിപ്പം എന്റെ കയ്യിൽ ഇരുന്നത് ഓയിൽ പ്രൈമർ ആയതുകൊണ്ടാണ് ഞാനിതിൽ ഓയിൽ പ്രൈമർ അടിക്കുന്നത്. ഇപ്പൊ പ്രൈമർ അടിച്ച് 2-3 ദിവസം വെച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ നൈസ് പേപ്പർ 400-ന്റെ പേപ്പർ, വാട്ടർ പേപ്പർ കൊണ്ട് വെള്ളം തൊട്ട് ചെറുതായിട്ട് അതിനെ ഉരച്ച് ഫിനിഷ് ആക്കി എടുക്കണം. പേപ്പർ ഇട്ട് ഉരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ബലം പിടിച്ച് ഉരയ്ക്കരുത്. അപ്പൊ നമ്മൾ ഈ അടിച്ച പ്രൈമർ മൊത്തം പോവും. അപ്പൊ നമുക്കൊന്ന് ഫിനിഷ് ആക്കി എടുക്കാൻ നൈസായിട്ട് പേപ്പർ ഉരയ്ക്കാവും. നല്ല രീതിയിൽ അതിന്റെ ആ ഒരു പാടുകളും കുപ്പും എല്ലാം പോയി നൈസായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഉരപ്പേ ഉരയ്ക്കാവും. അപ്പൊ നല്ലപോലെ കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷമേ പെയിന്റ് അടിക്കാവൂ. അപ്പൊ ഇതിനകത്ത് ഒരു ലൈൻ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ ടേപ്പ് ഒട്ടിക്കുന്നത്. അതിന് മാസ്കിംഗ് ടേപ്പോ സെല്ലോ ടേപ്പോ ഏത് വേണമെങ്കിലും ഒട്ടിക്കാം. അത് കറക്റ്റ് ലെവലിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പെയിന്റ് അടിച്ച് ഉണങ്ങി കഴിയുമ്പം അത് ഇളക്കി കളഞ്ഞാൽ മതി. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് ലൈനായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാന്നുള്ളത്. അപ്പൊ നമ്മുടെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി പഴയ സൈക്കിളിന്റെ ബാളും കോണും ഒക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാൻ മണ്ണെണ്ണയോ ടർപ്പനോ ഉപയോഗിച്ച് നമുക്ക് കഴുകാം. കഴുകിയതിന് ശേഷം നമുക്ക് ഫിറ്റിങ്സ് തുടങ്ങാം. അപ്പൊ ഞാൻ ഇതിനകത്ത് പരമാവധി പഴയ സാധനങ്ങൾ തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ചെലവ് ചുരുക്കിയാണ് ഞാൻ ഈ സൈക്കിള്
റീപെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ പാളും കോണും എല്ലാം പഴയത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയത് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്സിലും കപ്പും മാത്രമേ ഉള്ളൂ. കാര്യം അത് തുരുമ്പെടുത്ത് പോയി. ഒരുപാട് കാലം ഇത് മഴയത്ത് കിടന്നതാ. ബാക്കിയൊന്നും തുരുമ്പെടുത്തിട്ടില്ലായിരുന്നു. അതെല്ലാം ഞാൻ വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി എടുത്തതാ. ഞാൻ ഇത് പരമാവധി ചെലവ് കുറച്ചായി സൈക്കിൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ടയർ തന്നെ ഒരു ടയർ പഴയത് ചീത്തയായിപ്പോയി. അപ്പം അത് മാത്രമേ ഞാൻ ഒരു ടയർ ഒരു ട്യൂബ് മാത്രമേ ഇതിന് മാറിയിട്ടുള്ളൂ. പിന്നെ ബ്രേക്ക് കെട്ട അങ്ങനെയുള്ള അല്ലറ ഇല്ലറ സാധനങ്ങളാണ്. പിന്നെ പെയിന്റും പ്രൈമറും ടർപ്പനും ഇതൊക്കെ മേടിച്ച പൈസ ആയിട്ടുള്ളൂ ഇത്. ബാക്കി ഇതിന്റെ പെഡലെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി തന്നെ അത് തന്നെ പഴയത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പെഡലും അതിന്റെ കോണും ബാളും എല്ലാം പഴയത് തന്നെയാണ്. കാര്യം കുറെ കാലം ഇത് ചവിട്ടാതെ വെച്ചിരുന്നുള്ള അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സൈക്കിളായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം ഈ പെറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ പഴയതാണ്, കഴുകി വെളുപ്പിച്ചെടുത്താ, പ്ലാസ്റ്റിക്കാ, ചീത്തയായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ വീലൊക്കെ മൊത്തം തുരുമ്പെടുത്തതായിരുന്നു. തുരുമ്പെടുത്തെങ്കിലും ചീത്തയായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ആ തുരുമ്പൊക്കെ നല്ലപോലെ പേപ്പർ ഇട്ട് പിടിച്ചിട്ട് കറുത്ത പെയിന്റ് അടിച്ച്. അപ്പൊ ഇപ്പൊ ഇറങ്ങുന്ന കൂടുതലും സൈക്കിളിന് വീലും മാൻഡിലും ഒക്കെ പെയിന്റിൽ തന്നെ വരുന്നത്. അപ്പൊ വീലിനൊക്കെ കറുത്ത മാറ്റ് ഫിനിഷ് പെയിന്റാ ഞാൻ മേടിച്ചടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മൾഗാർഡിന്റെ മുകളിൽ വരുന്നത് ഈ കവർ ഇതെല്ലാം ദ്രവിച്ചു പോയതാ, പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഞാൻ അതെല്ലാം ദ്രവിച്ച ഭാഗം എല്ലാം കട്ട് ചെയ്ത് ചെറുതാക്കി അതൊരു ഡിസൈൻ ആക്കി തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ പുതിയതൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ പൈസ ഒരുപാടാവും. അത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ അത് തന്നെ കട്ട് ചെയ്തൊരു ഡിസൈൻ ആക്കി. അപ്പൊ കുറച്ച് ചെറുതായി കിട്ടി.
വീലിനും എല്ലാം കറുത്ത മാറ്റ് ഫിനിഷ് പെയിന്റ് അടിച്ചിരിക്കുന്നത്. വീലിനും ആക്സിലിനും പെഡലിനും എല്ലാത്തിനും കറുത്ത പെയിന്റ് അങ്ങ് അടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ലേഡി ബേർഡ് സൈക്കിളിന്റെ ഫ്രണ്ടിൽ വരുന്ന കുട്ടയാണിത്. ഇത് മൊത്തം തുരുമ്പെടുത്തതായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ മുകളിലെ തുരുമ്പെടുത്ത കമ്പിയും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് താഴത്തെ നെറ്റുള്ള കുട്ട മാത്രമാണ് പെയിന്റ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടയ്ക്ക് ഇച്ചിരി വലിപ്പവും കുറഞ്ഞ് കാണാനും ഒരു ഭംഗിയായി. അപ്പൊ നമ്മുടെ സൈക്കിളിന്റെ പണിയെല്ലാം തീർന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വലിയ പൈസ ചെലവില്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ശരിയാക്കി എടുത്തിട്ടുള്ളത്. ഇതണക്കുള്ള പഴയ സൈക്കിളുകളൊക്കെ നിങ്ങളുടെ വീട്ടുകളിലുണ്ടെങ്കിൽ ആക്രിക്കൊന്നും എടുത്ത് കൊടുക്കാതെ ഇതണക്ക് ചിരണ്ടി ശരിയാക്കി എടുത്താൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ താമസമില്ലാതെ വരും.